ഹലോ, വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രേക്ക് പോയിന്റിലെ ആപ്പിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ്. നിങ്ങളൊരു ഇൻട്രാഡേ ട്രേഡറോ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡറോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്ററോ ആണെങ്കിൽ എങ്ങനെ ഒരു സ്മാർട്ടായിട്ടുള്ള ഒരു ട്രേഡിംഗ് ഡിസിഷൻ നമുക്ക് ബ്രേക്ക് പോയിന്റിലൂടെ അതിലുള്ള ടൂളുകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു സ്മാർട്ടായിട്ടുള്ള ഡിസിഷൻ എടുക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബ്രേക്ക് പോയിന്റിൽ വരുന്നത് റിയൽ ടൈം സ്കാനേഴ്സും, അതായത് ഇൻട്രാഡേക്കും സ്വിംഗ് ട്രേഡിനും വേണ്ടിയുള്ള റിയൽ ടൈം സ്കാനറുകളും, അതുകൂടാതെ അനലിറ്റിക്സുകളും, അതായത് മാർക്കറ്റ് ഡാറ്റ അനലൈസ് ചെയ്യാൻ വളരെ വേഗത്തിൽ തന്നെ അനലൈസ് ചെയ്ത് ഒരു ഡയറക്ഷൻ നമുക്ക് കാണിച്ചു തരുന്ന കുറച്ച് ടൂളുകളുമാണുള്ളത്. അതോടൊപ്പം തന്നെ ഒരു 80-ലധികം നമ്മൾ ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോക്സ് ഫിൽട്ടർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻട്രാഡേ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു സ്വിംഗ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ മാർക്കറ്റിൽ ഒട്ടും തന്നെ സമയം ചിലവാക്കാനില്ല പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഇനി പറയുന്ന ഈ ടൂൾസ് നിങ്ങൾക്ക് ഉപകാരമാവും. നമ്മൾ ബ്രേക്ക് പോയിന്റ് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ കാര്യം എന്ന് വെച്ചത്, ഈ ടൂൾ ഉപയോഗിക്കുന്ന ആരും, അതായത് പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്ന ഒരാളാണെങ്കിലും വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇത് ഉണ്ടാക്കേണ്ടത്. അത് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇതിന്റെ ഇന്റർഫേസ് സിംപ്ലിഫൈ ചെയ്യാനും, അതായത് ഇതിലെ ലോജിക്കുകളും മറ്റും മൂവ് ചെയ്യാനുള്ള സംഭവങ്ങളും വളരെ സിമ്പിളാക്കി ചെയ്യാൻ തന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ സൈൻ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്ലാൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞെങ്കിൽ ആദ്യമേ വരുന്ന ഒരു സ്ക്രീൻ ആയിരിക്കും ഇത്തരത്തിൽ കാണുന്നത്. ഇതിൽ ആദ്യം വരുന്ന ഒരു സ്കാനറാണ് ഇൻട്രാഡേ ലൈവ് സ്കാനർ. ഇൻട്രാഡേ ലൈവ് സ്കാനറിൽ നമ്മൾ FNO സ്റ്റോക്കുകളാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. ഇതിൽ ടാർഗറ്റും SLും അതുപോലെ തന്നെ 3 ലെവൽസ് എക്സിറ്റ് പോയിന്റ് നമ്മൾ പറയുന്നുണ്ട്. നമ്മൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ചാർട്ടിലേക്ക് നേരെ ആ സ്റ്റോക്ക് ഓപ്പൺ ആയി നമുക്ക് അവിടെ നിന്ന് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമുക്ക്. അതുപോലെ തന്നെ ഈ സെയിം വിൻഡോയിൽ നമുക്ക് മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ, അതായത് മൾട്ടി ടൈം ഫ്രെയിമിൽ നമുക്ക് മാർക്കറ്റ് അനലൈസ് ചെയ്തിട്ട് എന്താണ് ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ ട്രെൻഡ് എന്നും ഏത് ദിശയിലേക്കാണ് അത് പോകുന്നതെന്നും അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പോർഷൻ യൂസ് ചെയ്യാം. ഇത് വന്നിരിക്കുന്നത് 15 മിനിറ്റിലും 1 മണിക്കൂറിലും 1 ഡേയിലുമാണ് ഇതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. അടുത്തത് നമുക്ക് വരുന്നത് ലൈവ് ആയിട്ടുള്ള ഒരു സ്വിംഗ് സ്കാനറാണ്. നമുക്ക് ഈ ലൈവ് സ്വിംഗ് സ്കാനർ ഉപയോഗിച്ച് ഒരു ഷോർട്ട് ടേം സ്വിംഗ് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഇൻട്രാഡേ ട്രേഡ് ചെയ്യാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പലപ്പോഴും നമുക്ക് ഇതിൽ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 5% എന്നൊരു ടാർഗറ്റ് ചിലപ്പോൾ സെയിം ഡേ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അത്തരത്തിൽ വരികയാണെങ്കിൽ നമുക്ക് ആ ദിവസം തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിതിൽ റെക്കമെൻഡ് ചെയ്യുന്നതും ഒരു 5% ആണ് ഒരു ടാർഗറ്റിനകത്ത്. മറ്റൊരു ഫീച്ചർ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത് ഒരു ഹൈ കൺവിക്ഷൻ സ്റ്റോക്ക്, അതായത് ഹിറ്റ് റേറ്റ് കൂടുതലുള്ള സ്റ്റോക്കുകളെ നമ്മൾ ഇതിനകത്ത് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു ഗ്ലോയിങ് ഗ്രീനിലും ഗ്ലോയിങ് പിങ്കിലും ചില സിമ്പിളുകൾ നമ്മൾ ടാഗ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ടാഗ് ചെയ്ത് വരുന്ന സിമ്പിളുകളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇതിൽ 80% ഹിറ്റ് റേറ്റ് ഉള്ള സിമ്പിളുകളാണ്. ഇനി നിങ്ങൾ ഇൻട്രാഡേയോ അല്ലെങ്കിൽ സ്വിങ്ങോ ഒരു FNO സ്റ്റോക്കിൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മാത്രം ഫിൽട്ടർ ചെയ്യാൻ ഒരു FNO എന്ന് പറയുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി FNO സ്റ്റോക്സ് മാത്രം ഫിൽട്ടർ ആവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ MTF സ്റ്റോക്കാണ് ഫിൽട്ടർ ചെയ്യേണ്ടതെങ്കിൽ MTF എന്ന് പറയുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് കഴിഞ്ഞാൽ MTF സ്റ്റോക്ക് മാത്രം ഫിൽട്ടർ ആവുന്നതാണ്. നമുക്ക് അടുത്ത് വരുന്ന ഒരു സ്കാനർ സെക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. ഇതിൽ നമ്മൾ ഏകദേശം ഒരു 80-ന് മുകളിൽ വരുന്ന ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മളിത് സ്കാൻ ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് RSI, VWAP, RS, റിലേറ്റീവ് സ്ട്രെങ്ത് 55, EMA 20, EMA 50, EMA 200, ADX, വോളിയം, അതുപോലെ ഒരുപാട് തരത്തിലുള്ള ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും ചാർട്ട് പാറ്റേൺസും എല്ലാം സ്കാൻ ചെയ്തിട്ട് വരുന്ന ഒരു ഫിൽറ്റേഴ്സ് ആണിത്. ഇതിൽ കോംബോ സ്കാൻസ് ആയി നിങ്ങൾക്ക് ഇപ്പോൾ കസ്റ്റം ഫിൽറ്റർ ചെയ്യേണ്ടെങ്കിലും കോംബോ സ്കാനിൽ പോയിക്കാൽ ഒരു ക്ലിക്ക് മാത്രം ചെയ്ത് ഓട്ടോമാറ്റിക്കലി നല്ല സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൽ സ്റ്റേജ് 2 എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റേജ് 2 സ്റ്റോക്സ് മാത്രം, അതായത് നമ്മുടെ നിഫ്റ്റിനെ ബീറ്റ് ചെയ്യുന്ന സ്റ്റേജ് 2 സ്റ്റോക്കുകൾ മാത്രം കണ്ടുപിടിക്കണമെങ്കിലും ഇത്തരത്തിൽ ഒരു ബട്ടൺ ഉപയോഗിച്ച് ഫിൽട്ടർ ചെയ്താൽ അത് മാത്രം ലിസ്റ്റ് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് ഒരു ഇൻസൈഡർ ട്രേഡിംഗ്, അതായത് ഇൻസൈഡർ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ മാത്രം കണ്ടെത്താനായിട്ട് ഇൻസൈഡർ ബൈ ഉപയോഗിച്ചിട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മാത്രം ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുകൂടെ നമുക്ക് ഒരു സ്പെഷ്യൽ റിക്വയർമെന്റ് ഉണ്ടെന്നിരിക്കട്ടെ, അതായത് നിങ്ങൾക്ക് RSI 30-ന് മുകളിൽ വരുന്ന സ്റ്റോക്കുകൾ മാത്രം ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എയർലി എൻട്രി എടുക്കാനായിട്ട് ഇത്തരത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത് വരുന്ന ഒരു ഓപ്ഷനാണ് FNO ഡാഷ്ബോർഡ്. FNO ഡാഷ്ബോർഡ് ആക്ച്വലി വരുന്നത് ഇയർലി പ്ലാനിലാണ്. FNO ഡാഷ്ബോർഡിൽ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ബേസിലും പുട്ട് കോൾ റേഷ്യോയുടെ ബേസിലും സ്റ്റോക്ക് ഓപ്ഷനുകൾ സ്കാൻ ചെയ്യുന്ന ഒരു ഡാഷ്ബോർഡാണിത്. ഇതിൽ നമുക്ക് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ഡേറ്റയും ഓപ്പൺ ഇൻട്രസ്റ്റിന്റെ ട്രെൻഡും പിന്നെ ബ്രേക്ക് ഔട്ട് സോൺ, അതായത് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗണും മനസ്സിലാക്കാവുന്ന ഒരു സെക്ഷനും അതിന്റെ കൂടെ തന്നെ നമുക്ക് സെല്ലേഴ്സ് ട്രാപ്പ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെക്ഷനും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത് വരുന്ന ഒരു സെക്ഷനാണ് നിഫ്റ്റി 500 ട്രെൻഡ് റൈഡർ. ഇത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മാർക്കറ്റിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ
ഒട്ടും സമയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു ദിവസം വെറും 5 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്ത് സ്റ്റോക്കുകൾ വളരെ ഈസി ആയിട്ട് ഇന്ന് നാളത്തേക്ക് വാങ്ങിക്കാനുള്ള സ്റ്റോക്ക് ഏതാണെന്ന് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ജോലി കഴിഞ്ഞ ശേഷം വന്ന് സ്പെൻഡ് ചെയ്താൽ മാത്രം നമുക്ക് ഈ സ്റ്റോക്ക് കണ്ടെത്താം. നമ്മളിപ്പോൾ കാണുന്നത് ഇന്ന് ബൈ വന്ന സ്റ്റോക്കുകളാണ്, അതുപോലെ തന്നെ ഇന്ന് സെൽ വന്ന സ്റ്റോക്കുകളും. നിങ്ങളിപ്പോൾ ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ സ്റ്റോക്ക് വിൽക്കാനുള്ള സിഗ്നൽ വന്നു കഴിഞ്ഞു എന്നാണ്. നമ്മൾ ഈ ഡാഷ്ബോർഡിൽ നിഫ്റ്റി 500 വരുന്ന എല്ലാ 500 സ്റ്റോക്കുകളും സ്കാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ബൈയും സെല്ലും നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അടുത്ത വരുന്ന ഒരു ഫീച്ചറാണ് സ്റ്റേജ് 2 അനാലിസിസ്. അതായത് സ്റ്റേജ് 2 നമ്മൾ നേരത്തെ പൊസിഷണൽ സ്കാനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു സ്റ്റേജ് 2 നമുക്ക് ഫിൽട്ടർ ചെയ്യാന്ന്. പക്ഷേ ഈ പറയുന്ന സ്റ്റേജ് 2 ആദ്യമായി സ്റ്റേജ് 2 ആയത് എന്നാണെന്നും അത്തരത്തിൽ വരുന്ന സ്റ്റോക്കുകൾ കണ്ടെത്തി വളരെ നേരത്തെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ സ്റ്റേജ് 2 അനാലിസിസ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് അപ്പിയറൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും റീസെന്റ് ഡേയിൽ വന്ന സ്റ്റേജ് 2 ഏതൊക്കെയാണെന്ന് അറിയാൻ സാധിക്കും നമുക്ക്. അതോടുകൂടെ നമുക്ക് ഈ ടേബിളിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കുള്ള സ്റ്റോക്കിന്റെ പ്രൈസ് പെർഫോമൻസ് അത് സ്റ്റേജ് 2 ആയി കഴിഞ്ഞ് ഇത് കഴിഞ്ഞ മാർച്ച് 15 സ്റ്റേജ് 2 ആയതാണ്. അതിനുശേഷം വന്ന പ്രോഫിറ്റ് ആണ് ഇത് കാണുന്നത്. അപ്പൊ ആ വന്നതിന് ശേഷം എങ്ങനെയായിരുന്നു ഇതിന്റെ പ്രൈസ് മൂവ്മെന്റ് എന്നാണ് കാണുന്നത്. അതുപോലുള്ള പല സ്റ്റോക്കുകളുണ്ട്. ഇതിന് ട്രാക്ക് ചെയ്യുന്നത് എത്ര ദിവസം നമ്മൾ ഹോൾഡ് ചെയ്തു എന്നാണ്. അടുത്തത് നമുക്ക് വരുന്നത് ഒരു ഓർഡർ ബ്ലോക്ക് സോൺ ആണ്. ഓർഡർ ബ്ലോക്ക് സ്കാനറിൽ ആക്ച്വലി നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് ബുള്ളിഷ് ഓർഡർ ബ്ലോക്കുകളും ബെയറിഷ് ഓർഡർ ബ്ലോക്കുകളുമാണ്. നമുക്ക് അത്തരത്തിൽ ട്രാക്ക് ചെയ്ത് വരുന്ന ഡേറ്റ നമുക്ക് എന്നാണ് ഏത് പ്രൈസിലാണ് ഇത് ട്രിഗർ ആയതെന്നും കറന്റ്ലി ഏത് പ്രൈസിലാണെന്നും ഉള്ള ഡീറ്റെയിൽസ് അതിനകത്ത് വരുന്നു. ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് വലിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ ബൈ അല്ലെങ്കിൽ സെൽ സോണുകൾ ട്രാക്ക് ചെയ്യുന്ന ഒരു സ്കാനറാണ്. അത്തരത്തിൽ മനസ്സിലാക്കി വളരെ ഏർലി തന്നെ അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ മനസ്സിലാക്കി ഒരു ബൈ എൻട്രി എടുക്കുകയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൽ ഏരിയ വരുമ്പോൾ അത്തരത്തിലുള്ള സ്റ്റോക്ക് വിറ്റ് പ്രോഫിറ്റ് എടുക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്കാനറാണിത്. ഈ സ്കാനറിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്റെ ഓർഡർ ബ്ലോക്കിന്റെ ഈ ഒരു ഗൈഡിൽ വരുന്നതാണ്. ഇത് എങ്ങനെയാണ് ഈ സ്കാനർ എന്നും ഇതിനെക്കുറിച്ച് എങ്ങനെ നമുക്ക് ഉപയോഗിക്കണമെന്നും ഉള്ള ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട്. നമുക്ക് അടുത്ത് വരുന്ന ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഇൻട്രാഡേ സ്കാനറാണ് മാർക്കറ്റ് മൂവർ. മാർക്കറ്റ് മൂവറിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 700 മുകളിൽ സ്റ്റോക്കുകൾ നമ്മൾ സ്കാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്തരത്തിലൊരു 700 മുകളിൽ സ്റ്റോക്കുകൾ സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ഇൻഡസ്ട്രിയും അതായത് ആ കറസ്പോണ്ടിങ് ഇൻഡസ്ട്രി ഏതാണെന്ന് മനസ്സിലാക്കി അതിന്റെ ഒരു ട്രെൻഡും മനസ്സിലാക്കി അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ വളരെ ഏർലി തന്നെ നമ്മൾ ഇതൊരു ലൈവ് സ്കാനർ ആയതുകൊണ്ട് തന്നെ 9:05 മുതൽ ഇതിന്റെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്ത് ഇതിന്റെ ഇൻഫർമേഷൻ വരുന്നതാണ് നമുക്ക്. ഇപ്പൊ നമ്മൾ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ വരുന്ന എല്ലാ സ്റ്റോക്കുകളും ലിസ്റ്റ് ചെയ്യും. എത്ര ചേഞ്ച് കറന്റ്ലി വന്നു നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ചാർട്ട് ഓപ്പൺ ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ FNO സ്റ്റോക്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വരുന്ന റിസൾട്ടിൽ തന്നെ ഈ സിംബലിന് അടിയിൽ തന്നെ ആ സ്റ്റോക്ക് MTF ആണോ FNO എന്നുകൂടി ടാഗ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് അടുത്ത വരുന്ന സെക്ഷനാണ് ETF ട്രെൻഡ് റൈഡർ. ഈ സെക്ഷനിൽ നമ്മൾ വളരെ ക്യൂറേറ്റഡ് ആയ ഒരു സെറ്റ് ഓഫ് ETF ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള ഈ ഒരു ബാസ്ക്കറ്റ് ഓഫ് ETF-നെ നമ്മുടെ അതിന്റെ ട്രെൻഡ് നോക്കി അതിന്റെ ബൈയും സെല്ലും കണ്ടുപിടിച്ച് ഇതിൽ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്റ്റോക്ക് റെഡ് സിഗ്നൽ വരികയാണെങ്കിൽ അതിനർത്ഥം അത് വിൽക്കണം എന്നാണ്. അതുപോലെ തന്നെ ഈ റെഡ് മാറി ഗ്രീൻ ആയാൽ അതൊരു ബൈ സോണിലേക്ക് വരികയും നമുക്കത് വാങ്ങിക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയും വരുന്നതാണ്. ഇതിൽ നമുക്കൊരു ഗൈഡ് ഉണ്ട് ഏത് രീതിയിൽ നമ്മൾ ഇത് ഉപയോഗിക്കണമെന്നും എങ്ങനെയാണ് അതിന്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ്. അടുത്ത സെക്ഷൻ നമുക്ക് ഇൻസൈഡർ ട്രേഡിംഗ് അനലിറ്റിക്സ് ആണ്. ഇത് ഞാൻ മുന്നേ പറയുന്നു ഇൻസൈഡർ ട്രേഡിംഗ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഫിൽറ്റർ. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ ഈ ഇൻസൈഡർ എന്നാണ് സ്റ്റോക്ക് വാങ്ങിയെന്നുള്ള ഡീറ്റെയിൽസ് ചേർത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ചേർത്ത് വരുന്നതാണ്. അത് എത്ര സ്റ്റോക്ക് എത്ര ദിവസമായിട്ട് ഇൻസൈഡേഴ്സ് വാങ്ങി എന്നുള്ള ഡീറ്റെയിൽസ്. അടുത്തൊരു സെക്ഷൻ നമുക്ക് ഇൻഡെക്സ് ട്രെൻഡ് ഡാഷ്ബോർഡ് ആണ്. ഇൻഡെക്സ് ട്രെൻഡ് ഡാഷ്ബോർഡിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമുക്ക് ഇൻട്രാഡേ സ്കാനറിലുള്ള ആ സെയിം ഫീച്ചേഴ്സിന്റെ ഒരു കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷൻ. ഇതിൽ നമുക്ക് നിഫ്റ്റി 50യും അതുപോലെ ബാങ്ക് നിഫ്റ്റിയും ഒരുപോലെ ട്രാക്ക് ചെയ്യുന്നതാണ്. ഈ രണ്ടിന്റെ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് നമുക്ക് ചാർട്ട് നോക്കാതെ തന്നെ ഈ ഒരു സ്ക്രീൻ ഓപ്പൺ ചെയ്ത് വെച്ചാൽ ഈസിലി നമുക്ക് ഇൻട്രാഡേ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഒരു സ്വിംഗ് എടുക്കണമെങ്കിൽ ഒരു ലോങ് ടൈം ഫ്രെയിമിൽ ഉള്ള ട്രെൻഡ് എന്താണെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാം നമുക്ക്. അടുത്തൊരു ഫീച്ചർ ETF ഡാഷ്ബോർഡ് ആണ്. ETF ഡാഷ്ബോർഡിൽ നമ്മൾ ഏകദേശം ഒരു 60ഓളം ETF ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഈ ബേസിൽ ഒരു റാങ്കിങ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് എൻട്രിയും എക്സിറ്റ് എടുക്കാവുന്നതാണ്. ഇതിലും ഒരു സ്ട്രാറ്റജി ട്യൂട്ടോറിയൽ ഇവിടെ ഉണ്ട്, അത് നോക്കി മനസ്സിലാക്കാവുന്നതാണ് നമുക്ക്. നെക്സ്റ്റ് വരുന്നത് ഒരു ട്രേഡ് ഡയറിയാണ്. ഇത് നമുക്ക് യൂഷ്വലി നമ്മുടെ ട്രേഡ് ആക്ടിവിറ്റീസ് ട്രേഡ് ഒരു ലോഗ് ക്രിയേറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ആഡ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരു കോർപ്പറേറ്റ് അനൗൺസ്മെന്റ് സെക്ഷൻ ആണ്. ഇതിൽ നമുക്ക് കമ്പനിയുടെ ഏറ്റവും പുതിയ മാർക്കറ്റ് ന്യൂസ് അതിനകത്ത് വരുന്നതാണ്. ഒരു സ്പെസിഫിക് ന്യൂസിന്റെ മോർ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഈ ഡോക്യുമെന്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് ആ ന്യൂസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന ഡോക്യുമെന്റ് ഓപ്പൺ ആവുന്നതാണ്. നമ്മുടെ ലാസ്റ്റ് ഫീച്ചറാണ് ലേൺ എക്സ്. ലേൺ എക്സ് ആക്ച്വലി ഒരു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള നമ്മുടെ സ്ട്രാറ്റജിയും ട്രെയിനിങ്ങും നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഓഫർ ചെയ്യുന്ന ഒരു സെക്ഷനാണ്. നമ്മൾ ബ്രേക്ക് പോയിന്റിൽ ഫീച്ചേഴ്സ് എപ്പോഴും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒരു 3-4 മാസങ്ങൾ കഴിഞ്ഞാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സപ്പോർട്ട് നമ്പറിൽ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഒരു ലൈവ് ഡെമോ എടുക്കുക. അതുപോലെ നിങ്ങൾ ബ്രേക്ക് പോയിന്റ് ഉപയോഗിക്കുമ്പോൾ വരുന്ന എന്തെങ്കിലും സംശയങ്ങൾക്ക് ഒരു വാട്സപ്പ് ഒരു ഡെഡിക്കേറ്റഡ് സപ്പോർട്ട് നമ്പർ ഉണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ വരുന്ന സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.